السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم فقهنا في الدين. اللهم لا علم لنا إلا ما علمتنا. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. ബഹുമാന്യരായ സഹോദരങ്ങളെ, മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഷുറൂത്തു സ്വലാത്തി വ അർക്കാനുഹ വ വാജിബാത്തുഹ എന്ന ചെറു ഗ്രന്ഥമാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഓരോ മുസ്ലിമിനും ആവശ്യമായ നിസ്കാരത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങളാണ് നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നിസ്കാരത്തിൻ്റെ നിബന്ധനകൾ, ഷർത്തുകൾ, അതുപോലെ അർക്കാനുകൾ, അതുപോലെ നിസ്കാരത്തിൻ്റെ നിർബന്ധ കാര്യങ്ങൾ. അതിൽ നിസ്കാരത്തിൻ്റെ അർക്കാനുകളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത്. 3 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി, നമ്മൾ പഠിച്ചു. 14 റുക്നുകളിൽ ഒന്നാമത്തേത് അൽ ഖിയാമു മഅൽ ഖുദ്റതി, കഴിവുള്ളവർ നിൽക്കുക എന്നതാണ്. രണ്ടാമത്തേത് തക്ബീറത്തുൽ ഇഹ്റാം, അഥവാ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്ന ആദ്യത്തെ തക്ബീർ. മൂന്നാമത്തേത് ഖിറാഅത്തു സൂറത്തുൽ ഫാത്തിഹ, ഫാത്തിഹ സൂറത്ത് പാരായണം ചെയ്യൽ. ഫാത്തിഹ സൂറത്തുമായി ബന്ധപ്പെട്ട അതിൻ്റെ വിശദീകരണങ്ങളാണ് ഇപ്പോൾ നമ്മൾ വായിച്ചു വരുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. ഇത്രയും ആയത്തുകളുടെ ചുരുങ്ങിയ വിശദീകരണം നമ്മൾ മനസ്സിലാക്കി. അൽഹംദുലില്ലാഹ്. അവസാനത്തെ ആയത്ത് അഥവാ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന ആയത്ത്, അതിൻ്റെ അർത്ഥം ഷെയ്ഖ് വിശദീകരിച്ചു. മഅന ഇഹ്ദിന, ഇഹ്ദിന എന്ന് പറഞ്ഞാൽ ദുല്ലന വ അർഷിദ്ന വ സബ്ബിത്ന. 3 കാര്യങ്ങളാണ് അതിലുള്ളത്. ഇഹ്ദിന എന്ന് പറഞ്ഞാൽ ഞങ്ങളെ വഴിചേർക്കണേ എന്ന് നമ്മൾ മലയാളത്തിൽ പൊതുവെ പറയാറുണ്ട്. എന്നാൽ അതിൽ 3 കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നാണ്. ദുല്ലന അഥവാ അദ്ദലാല, അല്ലാഹുവേ ഈ ചോദിച്ച സിറാത്ത് അതിനെക്കുറിച്ച് നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണേ, അറിയിച്ചു തരണേ. വാർഷിദ്ന, ആ സിറാത്തിലേക്കുള്ള മാർഗദർശനം, അത് സ്വീകരിക്കാനുള്ള തൗഫീഖ് അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നൽകണേ. വസബ്ബിത്ന, അല്ലാഹുവേ നീ അതിൽ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തണേ. വസ്സിറാത്ത്, ആ ചോദിച്ച സിറാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് സിറാത്ത്? അൽ ഇസ്ലാം, ഇസ്ലാമാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം, അഥവാ ഈ പവിത്രമായ ദീൻ, ഈ ആദർശം. വഖീല, അതിനെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് അർ റസൂൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. വഖീല അൽ ഖുർആൻ, ഖുർആൻ എന്നും പറയപ്പെട്ടിട്ടുണ്ട്. വൽ കുല്ലു ഹഖ്ഖുൻ, ഈ 3 വിശദീകരണങ്ങളും ഹക്കാകുന്നു, സത്യമാകുന്നു, ആ വാക്കിന് യോജിച്ചതാകുന്നു. കഴിഞ്ഞ ദർസിൽ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. വൽ മുസ്തഖീം, എന്താണ് അൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ? അല്ലദി ലാ ഇവജ ഫീഹി, ഒരു വളവുമില്ലാത്ത, ഒരു വക്രതയുമില്ലാത്ത നേരായ പാത, അതാണ് അൽ മുസ്തഖീം. അപ്പോൾ ചുരുക്കത്തിൽ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നൊരു മുസ്ലിം അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ, ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ, അള്ളാഹുവെ ഇസ്ലാമാകുന്ന, റസൂലാകുന്ന, പരിശുദ്ധ ഖുർആനാകുന്ന ഒരു വളവുമില്ലാത്ത, വക്രതയുമില്ലാത്ത മാർഗം അത് നീ പഠിപ്പിച്ചു നൽകണേ, അത് സ്വീകരിക്കാനുള്ള ഭാഗ്യം നീ നൽകണേ, അതിൽ നീ ഞങ്ങളെ മരണം വരെ ഉറപ്പിച്ചു നിർത്തണേ എന്നാണ് ചുരുക്കം. ഇത് സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ ഓർമ്മിച്ചു വെക്കുക. സിറാത്തല്ലദീന അൻഅംത അലൈഹിം, ഏതാണ് ആ സിറാത്ത്? നമ്മൾ ചോദിക്കുന്ന സിറാത്തിനെ കുറിച്ച് വിശദീകരിക്കുകയാണ്. സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ച ആളുകളുടെ സിറാത്താകുന്നു, മാർഗമാകുന്നു അത്, അഥവാ ത്വരീഖൽ മുൻഅമി അലൈഹിം, അല്ലാഹു അനുഗ്രഹിച്ച ആളുകൾ അവരുടെ മാർഗമാകുന്നു. വദ്ദലീലു ഖൗലുഹു തആല, അതിനുള്ള തെളിവ് അല്ലാഹുവിൻ്റെ ആയത്താണ്. വമൻ യുതിഇല്ലാഹ വർ-റസൂൽ ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ. ഇതാണ് അല്ലാഹു അനുഗ്രഹം ചൊരിഞ്ഞ
ആളുകളുടെ മാർഗമെന്ന് പറയുമ്പോൾ ആരൊക്കെയാണ് എന്ന് വിശദീകരിക്കുന്ന സൂറത്തുൻ നിസായിലെ 69-ാമത്തെ ആയത്ത്. ആര് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ചുവോ അവർ അള്ളാഹു അനുഗ്രഹിച്ച ആളുകളുടെ കൂട്ടത്തിലായിരിക്കും. ആരാണവർ? മിനൻ നബിയീൻ, നബിമാർ, സിദ്ദീഖുമാർ, ശുഹദാക്കൾ, സാലിഹീങ്ങൾ. അവർ എത്ര നല്ല കൂട്ടുകാരാണ്. അള്ളാഹു തആല നബിമാരെയും സിദ്ദീഖുമാരെയും ശുഹദാക്കളെയും സാലിഹീങ്ങളെയും എണ്ണി അവരുടെ മാർഗമാണ്, അവരുടെ കൂട്ടത്തിലായിരിക്കും മേൽ പറയപ്പെട്ട ആളുകൾ. അവർ എത്ര നല്ല കൂട്ടുകാരാണ്. വഹസുന ഉലൈക റഫീഖ. അപ്പോൾ സഹോദരങ്ങളെ, ഇതാണ് അള്ളാഹു അനുഗ്രഹം ചൊരിഞ്ഞ ആളുകൾ എന്ന് പറഞ്ഞാൽ അവരുടെ മാർഗമാണ് റബ്ബേ ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നത്. ഗൈറിൽ മഗ്ദൂബി അലൈഹിം, അള്ളാഹുവെ നിന്റെ കോപത്തിന് ഇരയായ, നിന്റെ കോപം ഇരന്നു വാങ്ങിയ ആളുകളുടെ കൂട്ടത്തിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തല്ലേ. വഹും അൽ യഹൂദ്, അവർ യഹൂദികളാകുന്നു. മഅഹും ഇൽമുൻ വലം യഅമലൂ ബിഹി, അവരുടെ അടുക്കൽ ഇൽമുണ്ടായിരുന്നു, അറിവുണ്ടായിരുന്നു. വലം യഅമലൂ ബിഹി, ആ ഇൽമ്, ആ അറിവ് അതനുസരിച്ച് അവർ പ്രവർത്തിച്ചില്ല. തസ്അലുല്ലാഹ അൻ യുജന്നിബ തരീഖഹും, അള്ളാഹുവിനോട് അവരുടെ മാർഗത്തിൽ നിന്നും നീ അകറ്റണേ എന്നാണ് ചോദിക്കുന്നത്. വലദ്ദാല്ലീൻ, വഴികേടിലായ വഴിപിഴച്ച ആളുകളുടെ കൂട്ടത്തിലും അള്ളാഹുവെ നീ ഞങ്ങൾ ഉൾപ്പെടുത്തല്ലേ. വഹും, ആരാണവർ? വഴികേടിലായി പോയ ആളുകൾ എന്ന് പറഞ്ഞാൽ അൻ നസാറ, നസാറാക്കളാകുന്നു. യഅ്ബുദൂനല്ലാഹ അലാ ജഹ്ലിൻ വളലാൽ, വിവരക്കേടും അജ്ഞതയും വഴികേടുമാകുന്നു അവരുടെ മാർഗം. വിവരക്കേടിന്റെയും വഴികേടിന്റെയും അടിസ്ഥാനത്തിലാണ് അവർ അള്ളാഹുവിനെ ആരാധിച്ചിരുന്നത്. തസ്അലുല്ലാഹ അൻ യുജന്നിബ തരീഖഹും, അവരുടെ മാർഗത്തിൽ നിന്നും അള്ളാഹുവെ നീ ഞങ്ങൾ അകറ്റണേ എന്നാണ് ചോദിക്കുന്നത്. ഇതുവരെയാണ് കഴിഞ്ഞ ദർസിൽ നമ്മൾ പറഞ്ഞ് നിർത്തിയത്. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കോപം ഇരന്നു വാങ്ങിയ ആളുകൾ എന്ന് പറഞ്ഞാൽ യഹൂദികളും അവരുടെ മാർഗം പിന്തുടർന്ന ആളുകളുമാകുന്നു. അല്ലാലീൻ, വഴികേടിലായ ആളുകൾ എന്ന് പറഞ്ഞാൽ അൻ നസാറ, നസാറാക്കളും അവരുടെ മാർഗം പിൻപറ്റിയ ആളുകളുമാകുന്നു. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, യഹൂദരാവട്ടെ നസാറാക്കളാവട്ടെ അവർക്ക് രണ്ടുപേർക്കും അള്ളാഹുവിന്റെ കോപമുണ്ട്, രണ്ടുപേരും ലലാലത്തിലായ ആളുകളുമാകുന്നു. ഗൈരിൽ മഗ്ദൂബി അലൈഹിം എന്ന് പറഞ്ഞാൽ അവർ യഹൂദികളാകുന്നു. വലദ്ദാല്ലീൻ എന്ന് പറയുമ്പോൾ അവർ നസാറാക്കളാകുന്നു എന്നാണ് വിശദീകരിക്കുമ്പോൾ പറയുക. വാസ്തവത്തിൽ രണ്ടുപേരും അള്ളാഹുവിന്റെ കോപത്തിന് ഇരയായ ആളുകളാണ്. അതോടൊപ്പം രണ്ടുപേരും വഴികേടിലായ ആളുകളുമാകുന്നു. അവരുടെ മാർഗം ആരൊക്കെ പിൻപറ്റിയോ അള്ളാഹുവിന്റെ കോപത്തിന് ഇരയായ ആളുകളാകും, അതുപോലെ വഴികേടിലായ ആളുകളും ആയിത്തീരും. ഷെയ്ഖ് ഇവിടെ വിശദീകരിച്ച പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കുക. അൽ യഹൂദ്, യഹൂദികൾ, അവരുടെ പ്രശ്നം എന്താണ്? എന്തുകൊണ്ടാണ് അവർക്ക് അള്ളാഹുവിന്റെ കോപം വന്നു കിട്ടിയത്? മഅഹും ഇൽമുൻ വലം യഅമലൂ ബിഹി, അവർക്ക് അറിവുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റിസാലത്തുമായി വന്നപ്പോൾ അള്ളാഹു പറഞ്ഞു, യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വന്തം മക്കളെ അറിയുന്നത് പോലെ അവർക്ക് അറിയാമായിരുന്നു. എന്നാൽ അവരുടെ കൂട്ടത്തിലുള്ള പണ്ഡിത പുരോഹിതന്മാർ ആ സത്യം, ആ ഹക്ക് മറച്ചുവെച്ചു. നോക്കൂ, ഇൽമുണ്ട്, അവർക്കറിയാം ഇതാണ് ഹക്ക്, ഇതാണ് സത്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നത് ഹക്കാണ്, അവരുടെ കിതാബിലുണ്ട് എന്നറിയാം. പക്ഷെ അവർ സ്വീകരിച്ചില്ല. ഈ മാർഗം ആരൊക്കെ പിന്തുടർന്നോ അവർക്കൊക്കെ ഈ വിശേഷണം ബാധകമാണ്. അൻ നസാറ, നസാറാക്കളെ കുറിച്ച് ഷെയ്ഖ് പറഞ്ഞു, യഅ്ബുദൂനല്ലാഹ അലാ ജഹ്ലിൻ വളലാൽ, നസറാനികൾ അവർ അജ്ഞതയും വഴികേടുമാണ് അവരുടെ മാർഗം, അഥവാ വിവരമില്ല, പഠിക്കൂല. അതുപോലെ എന്തൊക്കെ വലാലത്തുണ്ടോ അതൊക്കെ അവർ സ്വീകരിക്കും. അങ്ങനെയാണ് അവർ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നത്. അതാണ് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ അറിയിച്ചത്. അവരുടെ വലാലത്തിന്റെ ജഹലിന്റെ അങ്ങേയറ്റത്തെ ഉദാഹരണമാണ് അള്ളാഹു പറഞ്ഞു, വറഹ്ബാനിയതൻ ഇബ്തദഊഹാ മാ കതബ്നാ അലൈഹിം ഇല്ലാ ഇബ്തിഗാഅ റിദ്വാനില്ലാ, അവർ ബ്രഹ്മചര്യം ഈ ദീനിലേക്ക് കടത്തിക്കൂട്ടി, വിവാഹം ചെയ്യാതെ അത് ദീനായി ആചരിച്ചു. അള്ളാഹു പറയുന്നു, നാം അവർക്ക് രേഖപ്പെടുത്തിയിട്ടില്ല, നിർബന്ധമാക്കിയിട്ടില്ല. അവർ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് അത് ചെയ്തത്. എന്നാൽ ഫമാ റഅൗഹാ ഹഖ്ഖ റിആയതിഹാ, ആ ബ്രഹ്മചര്യം അത് യഥാർത്ഥ രൂപത്തിൽ കൊണ്ടു നടക്കാൻ അവർക്ക് സാധിച്ചിട്ടുമില്ല.
നോക്കൂ, അവർ വലാലത്ത്, അജ്ഞത, അതാണ് ആദർശമായി സ്വീകരിച്ചത്. അവരുടെ മാർഗത്തിൽ അല്ലാഹുവേ നീ ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ. മഹാനായ സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞ മനോഹരമായ വാക്കുണ്ട്. ഈ ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ എന്ന ആയത്ത് വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്ക് വളരെ പ്രസക്തമാണ്. മൻ ഫസദ മിൻ ഉലമാഇന ഫഫീഹി ശബഹും മിനൽ യഹൂദ്. നമ്മുടെ കൂട്ടത്തിൽ ഒരു ആലിം, ഒരു പഠിച്ച വിവരമുള്ള ഒരാൾ ഫസാദായി പോയാൽ, മോശമായി പോയാൽ, നശിച്ചു പോയാൽ അയാൾക്ക് യഹൂദികളോടാണ് സാദൃശ്യം. പഠിച്ചിട്ട് തലയിരിഞ്ഞു പോവുക എന്ന് പറഞ്ഞാൽ യഹൂദികളുടെ പാരമ്പര്യമാണ്, മാർഗമാണത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അദ്ദേഹം പറയുന്നു, വമൻ ഫസദ മിൻ ഉബ്ബാദിന ഫഫീഹി ശബഹും മിനൻ നസാറ. നമ്മുടെ കൂട്ടത്തിൽ നല്ല ആബിദായ, നല്ല ഇബാദത്ത് ചെയ്യുന്ന ഒരാൾ, അയാൾ പിഴച്ചുപോയാൽ, അയാൾ വഴികേടിലായി പോയാൽ അയാൾക്ക് നസാറാക്കളോടാണ് സാദൃശ്യം. ഈ രണ്ട് വിഭാഗവും ഉമ്മത്തിന് ഏറ്റവും പ്രയാസമുണ്ടാക്കുന്ന, പ്രശ്നമുണ്ടാക്കുന്ന വിഭാഗമാണ്. ഇൽമുണ്ട്, എന്നാൽ അതനുസരിച്ച് പ്രവർത്തിക്കാത്ത മനുഷ്യൻ. ഇൽമില്ല, പക്ഷെ ധാരാളം ഇബാദത്തുകൾ നിർവഹിക്കും. രണ്ടും അപകടമാണ്. രണ്ടും അപകടമാണ്. അല്ലാഹുവേ, ആ രണ്ട് വിഭാഗങ്ങളുടെ മാർഗത്തിലും നീ ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ എന്ന് ഓരോ മുസ്ലിമും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഈ പറഞ്ഞ രണ്ടും വിശദീകരിക്കാൻ മാത്രം പ്രത്യേകം ദർസുകൾ വേണ്ടിവരും. ചുരുക്കി പറഞ്ഞാൽ ഷെയ്ഖ് പറഞ്ഞതുപോലെ യഹൂദികളുടെ പഠിച്ചിട്ടും അറിഞ്ഞിട്ടും പ്രവർത്തിക്കാത്ത അങ്ങനെയുള്ള മാർഗത്തിൽ നിന്ന് അള്ളാഹുവേ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ. അതേപോലെ പഠിക്കാതെ, ഇൽമില്ലാതെ, ദലാലത്ത്, വഴികേട് മാത്രം ധാരാളക്കണക്കിന് ഇബാദത്ത് ചെയ്തുകൊണ്ട് അങ്ങനെയുള്ള നസാറാക്കളുടെ മാർഗത്തിൽ നിന്നും അള്ളാഹുവേ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ. വദലീലുദ്ദാല്ലീന ഖൗലുഹു തആല. ഷെയ്ഖ് പറയുന്നു, ഈ പറഞ്ഞ വഴികേടിലായി പോയ, അള്ളാഹുവിൻ്റെ നിഅമത്ത്, അനുഗ്രഹം വന്നു കിട്ടിയിട്ടില്ലാത്ത വഴികേടിലായി പോയ ആളുകൾക്കുള്ള ഉദാഹരണം അള്ളാഹുവിൻ്റെ കിതാബിലെ ആയത്തുകളാണ്. അള്ളാഹു പറഞ്ഞു സൂറത്തുൽ കഹ്ഫിലെ, നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും പാരായണം ചെയ്യുന്ന സൂറത്തിലെ ആയത്തുകളാണിവ. ഖുൽ, നബിയെ പറയുക, ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അമാല. അവരോട് പറഞ്ഞു കൊടുക്കുക, ചോദിക്കുക, പ്രവർത്തനങ്ങൾ, കർമ്മങ്ങൾ നഷ്ടത്തിലായി പോയ ആളുകളെ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ ഉണർത്തി തരട്ടെയോ? ആരാണവർ? അല്ലദീന ളല്ല സഅയ്ഹും ഫിൽ ഹയാത്തി ദുനിയ. ദുനിയാവിൽ, ഇഹലോകത്തെ ജീവിതത്തിൽ അവരുടെ പ്രയത്നം വഴികേടിലായി പോയി. ഒരുപാട് അവർ പ്രവർത്തിച്ചു, പക്ഷേ ഉപകാരപ്പെടാത്ത പ്രവർത്തനങ്ങളാണ് അവർ ചെയ്തത്. വഹും, അതോടൊപ്പം, അതാണ് ഏറ്റവും വലിയ അപകടം. അള്ളാഹു പറയുന്നു, വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ. അവർ കരുതിയിരിക്കുന്നത് എന്താണ്? അവർ വിചാരിച്ചു വച്ചിരിക്കുന്നത് എന്താണ്? അവർ സുഹൃതമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു പറഞ്ഞു നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാൻ പറയുകയാണ്, പ്രവർത്തനങ്ങൾ നഷ്ടത്തിലായി പോയ ചില ആളുകളുണ്ട്, അവരെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? എന്താണ് അവരുടെ വിശേഷണം? അവർ ഒരുപാട് പണിയെടുക്കും. വല്ല സഅയുഹും ഫിൽ ഹയാത്തി ദുനിയ. സഅ എന്ന് പറഞ്ഞാൽ പ്രയത്നിക്കുക എന്നാണ്. കേവലം ചെറിയ മട്ടത്തിൽ എന്തെങ്കിലും ചെയ്യുക എന്നല്ല. ഫസ്ഔ എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? കുതിച്ച് മുന്നേറുക. ഒരുപാട് പണിയെടുക്കും. ധാരാളക്കണക്കിന് ഇബാദത്തുകൾ ചെയ്ത, പ്രയത്നിച്ച, കർമ്മങ്ങൾ ചെയ്ത ആളുകളാണവർ. എന്നാൽ അവർ ധരിച്ചു വച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ അവരാണ് ശരിയായ പാതയിൽ, അതല്ലെങ്കിൽ അവർ നന്മകളാണ്, സുഹൃതമാണ് ഈ ചെയ്യുന്നത് എന്നാണ്. വാസ്തവത്തിൽ അവരുടെ പ്രവർത്തനം വഴികേടിലായി പോയിരിക്കുന്നു. ഉലൈക, കൂട്ടർ, അല്ലദീന കഫറൂ ബിആയാതി റബ്ബിഹിം വലിഖാഇഹി. അള്ളാഹുവിൻ്റെ ആയത്തുകളെ നിഷേധിച്ചവരാണവർ. അതുപോലെ അള്ളാഹുവിനെ കണ്ടുമുട്ടും എന്നത് നിഷേധിച്ച ആളുകളാണവർ. ഫഹബിതത് അഅമാലുഹും, അവരുടെ പ്രവർത്തനങ്ങൾ പൊളിഞ്ഞുപോയി. ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്ന. ഖിയാമത്ത് നാളിൽ അവർക്ക് യാതൊരു ഭാരവും കനവും ഉണ്ടാവുകയില്ല. അവരുടെ കർമ്മങ്ങൾ അള്ളാഹു പരലോകത്ത് കൊണ്ടുവരും, നിഷേധികളായ ആളുകളുടെ. എന്നിട്ട് അള്ളാഹു പറഞ്ഞില്ലേ, വഖദിംന ഇലാ മാ അമിലൂ മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറാ. കാഫിറുകളുടെ, നിഷേധികളായ ആളുകളുടെ പ്രവർത്തനങ്ങൾ പരലോകത്ത് കൊണ്ടുവരും. എന്നിട്ട് അള്ളാഹു പറയുന്നു, അതിനെ ചിതറിയ ധൂളികൾ പോലെയാക്കും. വെളിച്ചത്തിലേക്ക് നമ്മൾ നോക്കിയാൽ അതിൻ്റെ ചുറ്റും നേർത്ത പൊടികൾ കാണാം, അതുപോലെയാക്കി തീർക്കും. അഥവാ ഒരു ഉപകാരവുമില്ലാത്ത രൂപത്തിൽ ആ കർമ്മങ്ങൾ പൊളിച്ചു കളയും.
അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പറഞ്ഞ വലാലത്തിന്റെ വഴികേടിന്റെ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാതിരിക്കാൻ നമ്മൾ അങ്ങേയറ്റം പരിശ്രമിക്കേണ്ടതുണ്ട്. അവരുടെ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അല്ലാഹു റബ്ബുൽ ആലമീൻ അറിയിച്ചു തന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്ന ഈ പറഞ്ഞ പിഴച്ച ആളുകളുടെ മാർഗം, അതുപോലെ അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകളുടെ മാർഗം, അതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കേണ്ടതുണ്ട്. മറിച്ച് അള്ളാഹു ഹിദായത്ത് നൽകിയ, അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ ആളുകളുടെ മാർഗമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ഈ പറഞ്ഞ ആയത്ത് ഒരാൾ പാരായണം ചെയ്താൽ അള്ളാഹുവിന്റെ മറുപടി എന്താണ്? ഹാദാ ലിഅബ്ദി, ഇതെന്റെ അടിമക്കുള്ളതാണ്. വലിഅബ്ദി മാ സഅൽ, എന്റെ അടിമ എന്താണോ ചോദിച്ചത് അതവനുണ്ടായിരിക്കും. ഈ പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കാനാണ് തൊട്ടു മുന്നേ ഉള്ള ആയത്തുകളെല്ലാം പാരായണം ചെയ്തത്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അള്ളാഹുവിനുള്ള സ്തുതി, അള്ളാഹു റഹ്മാനാണ് റഹീമാണെന്ന പുകഴ്ത്തൽ, പ്രതിഫല ദിനത്തെക്കുറിച്ചുള്ള ഓർമ്മ, എന്നിട്ട് റബ്ബുമായുള്ള കരാർ, അതെടുത്തു പറയൽ, ശേഷം ഹിദായത്തിനെ ചോദിക്കുന്നു. ആ ഹിദായത്ത് ഏതാണ് എന്ന് പറയുന്നു. രണ്ട് പിഴച്ച ആളുകളുടെ മാർഗത്തിൽ നിന്നും റബ്ബേ നീ ഞങ്ങൾ അകറ്റണേ എന്നും ചോദിക്കുന്നു. സഹോദരങ്ങളെ, 17 തവണ ഒരു മുസ്ലിം ഇത് പറയൽ നിർബന്ധമാണ്. ആലോചിച്ച് നോക്കൂ, ഈ ആയത്തുകളുടെ പ്രാധാന്യം എന്തുമാത്രം വലുതാണ്. 17 തവണ ഇത് പറയൽ നിർബന്ധമാണ്. 5 വഖ്ത് നിസ്കാരങ്ങൾ 17 റക്അത്തുകളാണ്. ആ 17 റക്അത്തുകളിലും ഫാത്തിഹ സൂറത്ത് നമ്മൾ ഓതണം. ഓരോ റക്അത്തിലും നമ്മൾ ഇതിങ്ങനെ ആവർത്തിക്കുകയാണ്. ഹിദായത്തിന്റെ പ്രാധാന്യം, സന്മാർഗത്തിന്റെ പ്രാധാന്യം ഇതിൽ നിന്നും വ്യക്തമാണ്. അതുപോലെ ഒഴികേട്, ദലാലത്ത് അതെന്തുമാത്രം ഗൗരവമാണ് എന്ന് സഹോദരങ്ങളെ തിരിച്ചറിയാൻ സാധിക്കുന്ന കാര്യമാണിത്. ഇത് നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, അംബിയാക്കളുടെ, സിദ്ദീഖുമാരുടെ, ശുഹദാക്കളുടെ, സാലിഹീങ്ങളുടെ മാർഗം അതിലായിത്തീരുക എന്നത്, അതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. അള്ളാഹു ഓർമ്മപ്പെടുത്തിയില്ലേ, ഉലൈകല്ലദീന ഹദല്ലാഹ്, അക്കൂട്ടർ നബിമാരെ കുറിച്ച് പറഞ്ഞു അള്ളാഹു. അവരാണ് അള്ളാഹു ഹിദായത്ത് നൽകിയ, സന്മാർഗത്തിലാക്കിയ ആളുകൾ. ഫബിഹുദാഹു മുഖ്തദിഹ്, ഓ നബിയെ താങ്കൾ അവരുടെ മാർഗം പിന്തുടരുക. അള്ളാഹു ഹിദായത്ത് നൽകിയ ആളുകൾ, അള്ളാഹു അനുഗ്രഹം ചൊരിഞ്ഞ ആളുകൾ ആരൊക്കെയാണ് എന്ന് അള്ളാഹു വിശദീകരിച്ചു തന്നു. അതുകൊണ്ട് അവരുടെ മാർഗം പിന്തുടരണം. അതിനെതിരായ മാർഗങ്ങൾ സഹോദരങ്ങളെ, അതിൽ നിന്ന് അകന്നു നിൽക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഇത് നമ്മുടെ സ്വന്തത്തിൽ നടപ്പിലാക്കണം. നമ്മുടെ സ്വന്തത്തിൽ നടപ്പിലാക്കണം. സിറാത്തല്ലദീന അൻഅംത അലൈഹിം എന്ന് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ അള്ളാഹു അനുഗ്രഹം ചൊരിഞ്ഞ ആളുകളുടെ മാർഗത്തിൽ എത്താനുള്ള എല്ലാ പണിയും നമ്മൾ എടുക്കണം. എന്താണത്? ഇൽമും അമലുമാണ്. ഇഹ്ദിന എന്നതിൻ്റെ വിശദീകരണം നമ്മൾ കേട്ടല്ലോ. പഠിക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുക, അള്ളാഹുവിനനുസരിക്കുക, അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക. അതാണ് രക്ഷയുടെ മാർഗം. മറ്റ് 2 ആളുകളുടെ, 2 വിഭാഗക്കാരുടെ വിശേഷണങ്ങൾ നമ്മൾ മനസ്സിലാക്കി. എന്താണ്? പഠിക്കും പക്ഷെ പ്രവർത്തിക്കുകയില്ല. രണ്ടാമത്തെ വിഭാഗം പഠിക്കുകയില്ല, ധാരാളക്കണക്കിന് പ്രവർത്തിക്കും. അപകടകരമായ 2 അവസ്ഥകൾ. ഇത് പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. പലപ്പോഴും നമ്മുടെ കൺമുന്നിൽ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. ഒരുപാട് പണിയെടുക്കും, ഞങ്ങളാണ് ഹക്കിൽ, ഞങ്ങളാണ് സത്യത്തിൽ എന്ന് വിശ്വസിക്കും. യഥാർത്ഥ ഹക്കിന്റെ, സത്യത്തിന്റെ ആളുകളെ കാണുമ്പോൾ അവർ വഴികേടിലാണ് എന്ന് പറയുകയും ചെയ്യും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ സ്വന്തത്തിൽ നമ്മൾ ഇത് നടപ്പിലാക്കണം. നമ്മുടെ കുടുംബത്തിലും, നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിൽ, നമ്മുടെ ഭാര്യമാരിൽ, നമ്മുടെ മക്കളിൽ ഈ പറഞ്ഞ കാര്യം ഊട്ടി ഉറപ്പിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. മുൻഗാമികളിൽ ചിലർ പറഞ്ഞതായി കാണാം, കാന സലഫു, നമ്മുടെ നല്ലവരായ മുൻഗാമികൾ, സലഫുകൾ, യുഅല്ലിമൂന അബ്നാഅഹും ഹുബ്ബ അബീ ബക്രിൻ വ ഉമറ, അബൂബക്കർ, ഉമർ എന്നീ 2 മഹാന്മാരായ ഈ ഉമ്മത്തിലെ നേതാക്കന്മാരായ 2 പേരോടുള്ള സ്നേഹം, ഹുബ്ബ് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. ഏതുപോലെ? കമാ യുഅല്ലിമൂനഹുമുസ് സൂറത മിനൽ ഖുർആൻ, പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് പഠിപ്പിച്ചു കൊടുക്കുന്നത് പോലെ. ഒക്കെ നിങ്ങൾ ദീനിന്റെ അടിസ്ഥാനവും അതിലെ വിശദാംശവും അതുപോലെ ദീൻ നിലനിർത്താൻ ആവശ്യമായ പ്രധാനപ്പെട്ട കാര്യങ്ങളുമെല്ലാം മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമെന്നാണ് ഖുർആനിലെ സൂറത്ത് പഠിപ്പിച്ചു കൊടുക്കുന്നത് പോലെ. നമുക്ക് വഴികേടിലായി പോവാതിരിക്കാൻ, ബിദ്അത്തിന്റെ, ശിർക്കിന്റെ, കുഫറിന്റെ ഇതുപോലെയുള്ള ആളുകളുടെ മാർഗത്തിൽ
ചെന്നു പതിക്കാതിരിക്കാൻ മുൻഗാമികൾ അഹോരാത്രം പണിയെടുത്തിരുന്നു. നമ്മൾ സഹോദരങ്ങൾ ഈ കാലഘട്ടത്തിൽ പ്രത്യേകം പരിശ്രമിക്കേണ്ട ഒരു സന്ദർഭത്തിലാണുള്ളത്. നമുക്ക് ചുറ്റും ശിർക്കും കുഫറും മതനിഷേധവും ബിദ്അത്തും എല്ലാ കാര്യങ്ങളുമുണ്ട്, എല്ലാം ഉണ്ട്. നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അള്ളാഹുവിനോട് ഇത് പ്രാർത്ഥിക്കുമ്പോൾ ആത്മാർത്ഥതയോടുകൂടി പ്രാർത്ഥിക്കണം. അതോടൊപ്പം നമ്മുടെ ജീവിതം നമ്മൾ ശ്രദ്ധിക്കണം. ഈ പറഞ്ഞതുപോലെ നമ്മുടെ സ്വന്തം, നമ്മുടെ കുടുംബം, നമ്മുടെ മക്കൾ, നമ്മുടെ വീട് എല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ അതിൻ്റെ സബബുകൾ, കാര്യകാരണങ്ങൾ നമ്മൾ സ്വീകരിക്കണം. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അതിനു വേണ്ടിയുള്ള കാരണങ്ങൾ ഉണ്ടാക്കണം ജീവിതത്തിൽ. സഹോദരങ്ങളെ, ഷെയ്ഖ് റഹിമഹുല്ലാ അതിനുശേഷം ഈ പറഞ്ഞ വിഷയങ്ങൾക്കുള്ള ചില ഹദീസുകൾ കൂടി ഉദ്ധരിച്ചതായി നമുക്ക് കാണാം. വൽ ഹദീസു അൻഹു, മേൽ പറയപ്പെട്ട രണ്ട് വഴികേടിലായിപ്പോയ ആളുകളുടെ വിഷയത്തിൽ വന്ന ഹദീസും അതുപോലെ ആരാണ് രക്ഷപ്പെട്ട ആളുകൾ എന്നതും അറിയിക്കുന്ന ഹദീസുമാണ് അവിടെ ഉള്ളത്. വൽ ഹദീസു അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ട ഹദീസിൽ ഇപ്രകാരം വന്നിരിക്കുന്നു: ലതത്തബിഉന്ന സനന മൻ ഖബ്ലകും ഹദ്വൽ ഖുദ്ദതി ബിൽ ഖുദ്ദ ഹത്താ ലൗ ദഖലൂ ജുഹ്റ ലബ്ബിൻ ലദഖൽതുമൂഹു ഖാലൂ യാ റസൂലല്ലാഹ് അൽ യഹൂദു വൻ നസാറ ഖാല ഫമൻ അഖ്റജാഹു. ഈ ഹദീസിന്റെ മറ്റു ചില റിവായത്തുകളിൽ നമുക്ക് സുപരിചിതമായ വാക്കുകൾ വന്നതായി കാണാം. ലതത്ബഉന്ന സനന മൻ കാന ഖബ്ലകും ശിബ്റൻ ശിബ്റൻ വദിറാഅൻ ബിദിറാഇൻ എന്ന് കാണാം. ചാണിന് ചാണായും മുഴത്തിന് മുഴമായും നിങ്ങൾ പിന്തുടരുക തന്നെ ചെയ്യും. ഷെയ്ഖ് ഇവിടെ കൊടുത്ത വാചകത്തിന്റെ അർത്ഥം ഹദ്വൽ ഖുദ്ദതി ബിൽ ഖുദ്ദ എന്ന് പറഞ്ഞാൽ അമ്പിന്റെ കയറിനോട് വില്ലിനോട് ചേർത്ത് വെക്കുന്ന രണ്ട് ഭാഗമുണ്ട്, അതിൽ കുടുങ്ങി നിൽക്കാൻ. അതുപോലെ ആയിരിക്കും, അതുപോലെ നിങ്ങൾ പിന്തുടരും എന്നാണ് അർത്ഥം. അല്ലെ, അമ്പിന്റെ വലിച്ചു പിടിക്കാൻ ഉപയോഗിക്കുന്ന ആ രണ്ട് ഭാഗം ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും, രണ്ടും ഒരേ അളവിലായിരിക്കും. ഒന്ന് വലുതോ ഒന്ന് ചെറുതോ ആവുകയില്ല, ഒരുപോലെ ആയിരിക്കും. എന്നതുപോലെ നിങ്ങൾക്ക് മുമ്പുള്ള ആളുകളെ, അവരുടെ ചര്യകൾ, അവരുടെ മാർഗം നിങ്ങൾ പിന്തുടരുക തന്നെ ചെയ്യും. മറ്റേ റിവായത്തിൽ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും നിങ്ങളുടെ മുൻഗാമികളെ, നിങ്ങൾക്ക് മുൻകഴിഞ്ഞു പോയ സമുദായങ്ങളെ നിങ്ങൾ പിന്തുടരുക തന്നെ ചെയ്യും. ഹത്താ ലൗ ദഖലൂ ജുഹ്റ ലബ്ബിൻ, അവർ ഒരു ഉടുമ്പിന്റെ മാളത്തിൽ പ്രവേശിച്ചാലും ലദഖൽതുമൂഹു, നിങ്ങളും അവരെ പിന്തുടർന്നുകൊണ്ട് പ്രവേശിക്കും. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കൂ. എന്താണ് ലബ്ബിന്റെ, ഉടുമ്പിന്റെ മാളം എന്ന് പറഞ്ഞാൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അവർ ഒരു ഉടുമ്പിന്റെ മാളത്തിൽ പ്രവേശിച്ചാൽ അവരുടെ കൂടെ നിങ്ങളും പ്രവേശിക്കും. ഉടുമ്പിന്റെ മാളത്തെക്കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിച്ചു. അതല്ലെങ്കിൽ നമുക്ക് നോക്കിയാൽ കാണാം, സാധാരണ ഇഴജന്തുക്കളുടെ മാളം പോലെയല്ല അത്. അതിന് ചില വ്യത്യാസങ്ങളുണ്ട്. ഒന്ന് വളരെ ഇടുങ്ങിയതായിരിക്കും, അതല്ലെങ്കിൽ അതിലേക്ക് പ്രവേശിക്കാനുള്ള വഴി, അതിൻ്റെ രൂപം, രീതി എല്ലാം മാറ്റമുണ്ടായിരിക്കും. അഥവാ അതിലേക്ക് ഒരാൾക്ക് പ്രവേശിക്കണമെങ്കിൽ ഒരൽപ്പം പ്രയാസമുണ്ടായിരിക്കുമെന്ന് ചുരുക്കം. എന്നാൽ പോലും ചാണിന് ചാണായി മുഴത്തിന് മുഴമായി അമ്പിന്റെ ഈ പറഞ്ഞ അറ്റം പോലെ കൃത്യമായി വ്യക്തമായി അവരെ പിന്തുടരുക തന്നെ ചെയ്യും. സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് അൽ യഹൂദു വൻ നസാറ, യഹൂദ നസാറാക്കളുടെ മാർഗം പിന്തുടരും എന്നാണോ അങ്ങ് പറയുന്നത്? ഖാല ഫമൻ, അവിടുന്ന് ചോദിച്ചു, പിന്നെ ആരാണ്? സഹോദരങ്ങളെ, ഇത് ഈ ഉമ്മത്തിനുള്ള താക്കീതാണ്, ഈ സമുദായത്തിനുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താക്കീതാണിത്. ഈ ഉമ്മത്തിനെ കുറിച്ചാണ് ഇത് പറഞ്ഞത്. നിങ്ങൾ ലതത്തബിഉന്ന സനന മൻ ഖബ്ലകും എന്നാണ്. നിങ്ങൾക്ക് മുൻകഴിഞ്ഞു പോയ ആളുകളുടെ മാർഗം, ചര്യ പിന്തുടരുക തന്നെ ചെയ്യും. പല പുരോഹിതന്മാരും പറയാറുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ മുസ്ലിമീങ്ങളിൽ പിന്നെ ശിർക്ക് വരികയില്ല, അവർ പേടിക്കേണ്ടതില്ല എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ഇത് താക്കീത് ചെയ്യുകയാണ്.
ഈ ഉമ്മത്തിൽ ശിർക്ക് കടന്നു വരും, ഈ ഉമ്മത്തിൽ വഴികേടുകൾ കടന്നു വരും, യഹൂദ നസാറാക്കളുടെ മാർഗം ഈ ഉമ്മത്ത് പിന്തുടരും എന്നെല്ലാം നിരവധി ഹദീസുകൾ നമുക്ക് കാണാം. ഇത് സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കേണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താക്കീതാണ്. മുൻഗാമികളുടെ മുൻകഴിഞ്ഞ ആളുകളുടെ യഹൂദ നസാറാക്കളുടെ മാർഗത്തിൽ ഈ ഉമ്മത്ത് പോകുമെന്നാണ്. കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അവരുടെ മാർഗം സ്വീകരിക്കുമെന്നാണ്, അത് പ്രവർത്തിക്കുമെന്നാണ്. അത് ഇന്ന് കൺമുന്നിൽ നമ്മൾ കാണുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ഈ ഉമ്മത്തിലെ ചില ആളുകൾക്കുണ്ട്. അതുപോലെ നസാറാക്കൾക്ക് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജന്മദിനമുണ്ട്. നേർച്ച എന്ന പേരിൽ ഈ ഉമ്മത്തിലെ ആളുകൾ പള്ളികൾ, ജാറങ്ങൾ അലങ്കരിക്കുന്നു, അവിടെ ആഘോഷം നടത്തുന്നു. അതേപോലെ യഹൂദികൾക്കും നസാറാക്കൾക്കുമുണ്ട്. അവിടെ മഹാന്മാരുടെ നബിമാരുടെ ഖബറുകൾ കെട്ടിയുയർത്തപ്പെട്ടിട്ടുണ്ട്, ഇവിടെയും അതുണ്ട്. അവിടെ ആനയും അമ്പാരിയും ഉണ്ട്, ഇവിടെയും അതുണ്ട്. നിങ്ങൾ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി ഈ ഉമ്മത്ത് യഹൂദ നസാറാക്കളെ പിന്തുടരുമെന്നാണ് എല്ലാ അർത്ഥത്തിലും. വന്ന് സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ മക്കളുടെ വേഷങ്ങളിൽ അത് പ്രകടമായി, നമ്മുടെ മക്കളുടെ വസ്ത്രങ്ങളിൽ അത് പ്രകടമായി. നമ്മുടെ വീടുകളിൽ ഈ പറഞ്ഞ യഹൂദ നസാറാക്കളോടുള്ള സാദൃശ്യം കടന്നുവരികയാണ്. മുടിയിലും വേഷത്തിലും വസ്ത്രത്തിലും സംസാരത്തിലും എല്ലാം കടന്നുവരികയാണ്. ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ എന്ന് പാരായണം ചെയ്യുമ്പോൾ സഹോദരങ്ങളെ നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താക്കീതാണിത്. യഹൂദ നസാറാക്കളുടെ മാർഗത്തിൽ നിന്നും അള്ളാഹുവെ നീ അകറ്റണേ എന്ന് പറയുമ്പോൾ അവർ അകറ്റപ്പെടേണ്ടവരാണ് എന്നതിനുള്ള തെളിവാണിത്. അവരുടെ വഴികേടുകൾ വ്യക്തമാണ് എന്നതിനുള്ള തെളിവാണ്. വൽ ഹദീസു സാനി, രണ്ടാമത്തെ ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, افترقت اليهود على 71 فرقة وافترقت النصارى على 72 فرقة وستفترق هذه الأمة على 73 فرقة كلها في النار إلا واحدة قلنا من هي يا رسول الله قال من كان على مثل ما أنا عليه وأصحابي. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഹൂദികൾ 71 കക്ഷികളായി ഭിന്നിക്കും, നസാറാക്കൾ 72 കക്ഷികളായി ഭിന്നിക്കും. വസതഫ്തരിഖു ഹാദിഹിൽ ഉമ്മതു അലാ 73 ഫിർഖതൻ, 73 കക്ഷികളായി ഈ ഉമ്മത്തും ഭിന്നിക്കും. കുല്ലുഹാ ഫിന്നാരി ഇല്ലാ വാഹിദതുൻ, എല്ലാവരും നരകത്തിലായിരിക്കും. 73-ൽ 72 നരകത്തിലായിരിക്കും. ഇല്ലാ വാഹിദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എല്ലാവരും, എല്ലാ വിഭാഗവും, എല്ലാ കക്ഷിയും നരകത്തിലായിരിക്കും. ഇല്ലാ വാഹിദ, അതിൽ ഒന്നൊഴികെ. ഖുൽനാ, സഹാബത്ത് ചോദിച്ചു, മൻ ഹിയ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ആരാണവർ? സഹാബത്ത് ചോദിച്ചത് ആരാണ് എന്നാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിച്ചാൽ അത്ഭുതകരമാണത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷപ്പെട്ട കക്ഷികളെ കുറിച്ച് പറഞ്ഞത് ഒരു പേരല്ല, മറിച്ച് അവർക്കുള്ള വിശേഷണമാണ്. ഒരു പേരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എങ്കിൽ എല്ലാ കക്ഷികളും ആ പേരാണ് ഇടുക. എല്ലാവരും, എല്ലാ പിഴച്ച കക്ഷികളും ആ പേരിടും, തീർച്ചയാണ്, ഒരു സംശയമില്ല. എന്നിട്ട് തന്നെ എല്ലാ ശിർക്കും ബിദ്അത്തും ഖുറാഫാത്തും ചെയ്യുന്ന ആളുകൾ അവരുടെ പേരായി പറയുന്നത് സുന്നത്ത് ജമാഅത്ത് എന്നാണ്, അഹ്ലുസുന്ന വൽ ജമാഅത്ത് എന്നാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പേര് പറഞ്ഞു കൊടുത്ത എങ്ങനെ ഉണ്ടാവും? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി അത്ഭുതകരമാണ്. മൻ കാന അലാ മിസ്ലി മാ അന അലൈഹി വ അസ്ഹാബി, ആരാണോ ഞാനും എൻ്റെ സഹാബത്തും നിലകൊണ്ട മാർഗം സ്വീകരിക്കുന്നവൻ അവരാണ് വിജയിച്ച ആളുകൾ, നരകത്തിൽ പ്രവേശിക്കാതെ രക്ഷപ്പെടുന്ന ആളുകൾ. മനോഹരമായ മറുപടിയാണിത് സഹോദരങ്ങളെ. ഈ പറഞ്ഞ 73-ൽ രക്ഷപ്പെട്ട കക്ഷികളായി അതിൽ ഉൾപ്പെടണം എങ്കിൽ ഈ വിശേഷണം നമ്മൾ ഉൾക്കൊള്ളണം. പണ്ഡിതന്മാർ ഹദീസിന്റെ വെളിച്ചത്തിൽ ഈ വിഭാഗത്തിന് പല പേരുകളും പറഞ്ഞിട്ടുണ്ട്. അഹ്ലു സുന്ന വൽ ജമാഅ, അഥവാ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ. എന്താണ് സുന്നത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്. അതുപോലെ അൽ ജമാഅ എന്ന് പറഞ്ഞാൽ സഹാബത്ത് നിലകൊണ്ട മാർഗം എന്നാണ്. ഈ മാർഗം ആര് ഉൾക്കൊണ്ടോ, ആര് സ്വീകരിച്ചോ
അവർ രക്ഷപ്പെട്ട കക്ഷിയിൽ ഉൾപ്പെടും. അഹ്ലുസുന്ന വൽ ജമാഅ, അത്തായിഫത്തുൽ മൻസൂറ, അൽ ഫിർഖത്തുൻ നാജിയ, ഈ പറഞ്ഞ പേരുകളെല്ലാം യോജിക്കുക ആർക്കാണ്? മൻ കാന അലാ മിസ്ലി മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എൻ്റെ സഹാബത്തും നിലകൊണ്ട മാർഗം സ്വീകരിച്ച ആളുകൾ. സഹോദരങ്ങളെ, ആളുകൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ കാണുമ്പോൾ, ഒരുപാട് കക്ഷികളെ കാണുമ്പോൾ, ഒരുപാട് സംഘങ്ങളെ കാണുമ്പോൾ ചോദിക്കാറുണ്ട്, എല്ലാവരും ഖുർആൻ ഓതുന്നു, ഹദീസ് പറയുന്നു, എങ്ങനെയാണ് നിങ്ങൾ മാത്രം ഹക്കിലാണ് എന്ന് പറയുക? ഈ ഹദീസ് വെച്ചിട്ടാണ് അതിനെ വിലയിരുത്തുക. ആര് ഖുർആൻ ഓതിയോ, ആര് ഹദീസ് പറഞ്ഞോ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ആയത്ത് എപ്പോൾ ഓതി, എന്തിനോതി, എവിടെ വെച്ചോതി, സഹാബത്ത് ആയത്ത് എങ്ങനെ മനസ്സിലാക്കി, അവർ എപ്പോൾ ഈ ആയത്ത് ഉദ്ധരിച്ചു, ആ ആയത്ത് വെച്ച് അവരെന്ത് അമൽ ചെയ്തു, ഇത് ചെയ്യുന്നിടത്താണ് കാര്യം. മഹാനായ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിനെതിരിൽ ഖവാരിജുകൾ ആയത്തോതി, ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, വിധിക്കാൻ, വിധി പറയാൻ അള്ളാഹുവിന് മാത്രമേ അധികാരമുള്ളൂ. മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ ഒരു വിധിയിലെത്താൻ, തീരുമാനത്തിലെത്താൻ അവർക്ക് അവകാശമില്ല എന്ന് പറഞ്ഞ് സഹാബത്തിനെ കാഫിറാക്കാൻ തുടങ്ങിയപ്പോൾ, ഈ ആയത്ത് ഓതിയപ്പോൾ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മനോഹരമായ മറുപടി ഉണ്ട്. അദ്ദേഹം പറഞ്ഞു, കലിമത്തു ഹഖിൻ, ആ ഓതിയ ആയത്ത് അത് ഹഖാണ്, ഖുർആനിൽ അള്ളാഹു പറഞ്ഞ ആയത്താണ്. ഉരീദ ബിഹൽ ബാത്തിൽ, എന്നാൽ ആ ആയത്ത് ഓതിയത് എന്തിനാണ്? അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത് ബാത്തിലാണ്. അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഖുർആനിൽ ആയത്തുണ്ട് എന്ന് പറഞ്ഞാൽ ആ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ഓതിയോ അതാണ് നോക്കേണ്ടത്. ആ ആയത്ത് സഹാബികൾ മനസ്സിലാക്കിയോ എന്നാണ് നോക്കേണ്ടത്. അപ്പൊ മനസ്സിലാവും സുന്നത്ത് ജമാഅത്താണോ അതല്ല ബിദ്അത്ത് ജമാഅത്താണോ, അതല്ല സമ്പത്ത് ജമാഅത്താണോ എന്ന് മനസ്സിലാകും. മറ്റു ബിദ്അത്തിന്റെ ഇതുപോലെ ഖവാരിജികൾ, അതുപോലെയുള്ള വഴികേടിന്റെ ആളുകൾ വന്ന് തങ്ങളുടെ രാഷ്ട്രീയത്തിനു വേണ്ടി ആയത്ത് ഓതിയാൽ ആ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയത് അതിനാണോ, സഹാബത്ത് അത് മനസ്സിലാക്കിയോ, ഇല്ലെങ്കിൽ അവർ സുന്നത്ത് ജമാഅത്തല്ല. ഇങ്ങനെയാണ് ഹക്കും ബാത്തിലും വേർതിരിക്കുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം, സഹാബത്തിന്റെ മാർഗം. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ അഹ്ലുസുന്ന വൽ ജമാഅ അഥവാ ഈ ഹദീസിൽ പറഞ്ഞ 73-ൽ 72 ഒഴിച്ച് ബാക്കി ഒന്ന് അവരുടെ ചില വിശേഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടി വിശദമായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തേത്, ഈ പറഞ്ഞ രക്ഷപ്പെടുന്ന കക്ഷികൾ അവരുടെ വിശ്വാസത്തിലും അവരുടെ ഇബാദത്തിലും അവരുടെ സംസാരത്തിലും അവർ പറയുമ്പോൾ, എഴുതുമ്പോൾ, വായിക്കുമ്പോൾ ഉദ്ധരിക്കുക ഖുർആനും സുന്നത്തുമായിരിക്കും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയതുപോലെ ഇപ്പോൾ പറഞ്ഞ രൂപത്തിൽ ഖുർആനിലെ ആയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുമാണ് എല്ലാറ്റിനും അവലംബമാക്കുക. ഇബാദത്ത്, വിശ്വാസം, സംസാരം, കർമ്മം, ആചാരം എന്തൊക്കെ ഉണ്ടോ അതിൻ്റെ ഒക്കെ അടിയാധാരം എന്താണ്? ഖുർആനും സുന്നത്തുമായിരിക്കും. അത് അഹ്ലുസുന്നത്തിന്റെ അടയാളത്തിലെ ഒന്നാമത്തെ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഖുർആനും സുന്നത്തും മുൻഗാമികൾ, സഹാബത്ത്, അവർക്കു ശേഷം വന്ന താബിഉകൾ, അതിനുശേഷം വന്ന തബഉ താബിഉകൾ, അതുപോലെ ഈ ഉമ്മത്തിലെ നല്ലവരായ ഉലമാക്കൾ എങ്ങനെ മനസ്സിലാക്കിയോ അങ്ങനെ മനസ്സിലാക്കുന്നവരാണ്. അവരെന്തു പറഞ്ഞോ അത് പറയും. അവരെവിടെ മിണ്ടാതിരുന്നോ, മൗനം പാലിച്ചോ അവിടെ മൗനം പാലിക്കും. ഉത്തമ നൂറ്റാണ്ടിൽ ജീവിച്ച 3 തലമുറകളിൽ ജീവിച്ച ആളുകൾ, മഹാന്മാർ, അവരുടെ മനസ്സിലാക്കൽ, അതാണ് ഫഹ്മുസ് സലഫ്. സലഫുകളുടെ മാർഗം എന്ന് പറഞ്ഞാൽ അതാണ്. സലഫുകൾ, സലഫികൾ എന്ന് പറഞ്ഞാൽ സഹാബത്തും താബിഈങ്ങളും തബഉ താബിഈങ്ങളും, അവരുടെ മാർഗം അവരെങ്ങനെ മനസ്സിലാക്കിയോ അങ്ങനെ ദീനിനെ മനസ്സിലാക്കുന്നവരാണ്. രണ്ടാമത്തെ അടയാളത്തിൽപ്പെട്ടതാണ്. മൂന്നാമത്തത്, സഹോദരങ്ങളെ, ഏത് വിഷയത്തിലും ഖുർആനും സുന്നത്തും അവർ മുന്നിൽ വെക്കും. നാട്ടുകാർക്കെതിരായാലും ശരി, ബുദ്ധിക്ക് എതിരായാലും ശരി, തങ്ങളുടെ ആഗ്രഹങ്ങൾക്ക്, ഇച്ഛയ്ക്ക് എതിരായാലും ശരി, എന്തായാലും ശരി, ഖുർആനും സുന്നത്തും അതിനാണ് മുൻഗണന നൽകുക. അത് അഹ്ലുസുന്നത്തിന്റെ അടയാളത്തിൽപ്പെട്ടതാണ്. അതിന് വിപരീതമായ ആളുകളെ നോക്കിയാൽ മനസ്സിലാകും ഖുർആനും സുന്നത്തും ഒരൽപ്പം പിന്നിലായിരിക്കും, തങ്ങളുടെ ബുദ്ധിയായിരിക്കും മുന്നിൽ വെക്കുക. അത് അഹ്ലുസുന്നത്തിന്റെ രീതിയല്ല. നാലാമത്തെ അടയാളം, സഹോദരങ്ങളെ, ഖുർആനും സുന്നത്തും യോജിപ്പിച്ചിട്ടാണ് അഹ്ലുസുന്ന വൽ ജമാഅ മുന്നോട്ട് പോവുക. ഖുർആനിലെ ആയത്ത് അവിടുന്ന് ഇവിടുന്ന് കട്ടെടുക്കുകയില്ല. ഖുർആനിലെ ആയത്ത് മുഴുവനായി പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് അത് മുഴുവനായി പറയും, അംഗീകരിക്കും.
തൊട്ടു മുന്നേ പറഞ്ഞതും ശേഷം പറഞ്ഞതും മാറ്റി അവനവന്റെ ബുദ്ധിക്ക് യോജിച്ചത് മാത്രം എടുത്ത് എന്നിട്ട് തെളിവ് പിടിക്കുന്ന രീതി അഹ്ലുസുന്നത്തിൻ്റെതല്ല. അതുപോലെ ഖുർആനിലെ ആയത്തുകൾ ഹദീസിന് വിരുദ്ധമാണ് എന്ന ഏറ്റവും വലിയ അപകടം അവർ പറയുകയില്ല. ഖുർആനും സുന്നത്തും അള്ളാഹുവിൻ്റെ വഹ്യാണ്. ഖുർആനിനെതിരായത് സഹീഹായ ഹദീസുകളിൽ ഉണ്ടാവുകയില്ല. അത് രണ്ടും യോജിപ്പിച്ചിട്ടാണ് അഹ്ലുസുന്ന കൊണ്ടുപോവുക. അഞ്ചാമത്തെ അടയാളം സഹോദരങ്ങളെ, ഈ രക്ഷപ്പെട്ട കക്ഷികൾ അവരുടെ അടയാളത്തിൽപ്പെട്ടതാണ് അവർ ബിദ്അത്തിനെയും ബിദ്അത്തിന്റെ ആളുകളെയും കരുതിയിരിക്കും, അതിനെ തൊട്ട് താക്കീത് ചെയ്യുന്നവരായിരിക്കും. ബിദ്അത്തുകൾ അതിനെക്കുറിച്ച് താക്കീത് ചെയ്യും, ബിദ്അത്തിന്റെ ആളുകളെ കുറിച്ചും താക്കീത് ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ അവിടുത്തെ ജീവിതകാലത്തിന് ശേഷം ധാരാളക്കണക്കിന് അഭിപ്രായ ഭിന്നതകൾ ഉടലെടുക്കുമെന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. ആ അഭിപ്രായ ഭിന്നതകൾ ഉടലെടുക്കുന്ന സന്ദർഭത്തിൽ എന്താണ് അതിനുള്ള രക്ഷപ്പെടാനുള്ള മാർഗം? അവിടുന്ന് പറഞ്ഞു, ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ എന്റെ സുന്നത്ത് നിങ്ങൾ പിന്തുടരുക, സന്മാർഗികളും മാർഗദർശികളുമായ എന്റെ സഹാബത്തിന്റെ ഖുലഫാകളുടെ സുന്നത്ത് ചര്യ അത് പിന്തുടരുക. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പിന്തുടരുക, അതുപോലെ സഹാബത്തിന്റെ സുന്നത്ത് പിന്തുടരുക, അത് മുറുകെ പിടിക്കുക, അതിലേക്ക് മടങ്ങുക. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്തിട്ടുണ്ട്, വഇയ്യാക്കും, നിങ്ങൾ കരുതിയിരിക്കുക, നിങ്ങൾ ജാഗ്രത കൈക്കൊള്ളുക, വമുഹ്ദസാത്തിൽ ഉമൂർ, ദീനിൽ പുതുതായി ഉണ്ടാകുന്ന കാര്യങ്ങളെ തൊട്ട്, ദീനിന്റെ പേരിൽ ഉടലെടുക്കുന്ന ബിദ്അത്തുകൾ, പുതിയ പുതിയ കാര്യങ്ങൾ, അതിനെക്കുറിച്ച് നിങ്ങൾ ജാഗ്രത കൈക്കൊള്ളുക. ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ, തീർച്ചയായും ദീനിൽ പുതുതായി ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും ബിദ്അത്താകുന്നു, പുത്തനാചാരമാകുന്നു. വകുല്ല ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും വഴികേടാകുന്നു. വകുല്ല ളലാലത്തിൻ ഫിന്നാർ, എല്ലാ വഴികേടും നരകത്തിലേക്കുമാകുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പറഞ്ഞ രണ്ട് ഹദീസുകളും നമ്മൾ മനസ്സിലാക്കുക. ഒന്നാമത്തേത്, ഈ ഉമ്മത്തിലേക്ക് വഴികേടുകൾ കടന്നുവരും എന്നതിനുള്ള തെളിവാണ്. അതുപോലെ യഹൂദ നസാറാക്കൾ അവർ വഴികേടിലായ വഴിപിഴച്ചു പോയ ആളുകളാണ് എന്നതിനുള്ള തെളിവാണ്. രണ്ടാമത്തെ ഹദീസും സമാനമായ ഹദീസാണ്. എന്നാൽ അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷപ്പെട്ട വിഭാഗത്തെ പ്രത്യേകം പറഞ്ഞു. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിൻ്റെയും മാർഗം പിന്തുടർന്ന ആളുകൾ, അവരെക്കുറിച്ചാണ് അള്ളാഹു സൂറത്തു നിസായിലെ ആയത്തിൽ പറഞ്ഞത്. അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിച്ച ആളുകൾ ഈ പറഞ്ഞ ആളുകളുടെ കൂട്ടത്തിലായിരിക്കും. അഥവാ നബിമാരുടെ, സദ്ദീഖുമാരുടെ, ശുഹദാക്കളുടെ, സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ. അള്ളാഹു റബ്ബുൽ ആലമീൻ അവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, സൂറത്തുൽ ഫാത്തിഹ അതിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. വളരെ ചുരുങ്ങിയ തഫ്സീറാണ്, വിശദീകരണമാണ് ഷെയ്ഖ് റഹിമഹുല്ലാ പറഞ്ഞത്, നമ്മളിവിടെ വിശദീകരിച്ചത്. അള്ളാഹു റബ്ബുൽ ആലമീൻ അത് യഥാർത്ഥ രൂപത്തിൽ ഉൾക്കൊണ്ട് ആലോചിച്ച് ചിന്തിച്ച് നിസ്കാരത്തിൽ അല്ലാത്ത സമയത്ത് പാരായണം ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ കിതാബിലെ ആയത്തുകളെ കുറിച്ച് ഉറ്റാലോചിക്കാൻ അള്ളാഹു റബ്ബുൽ ആലമീൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതനുസരിച്ച് ജീവിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. സഹോദരങ്ങളെ, സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്തു കഴിഞ്ഞാൽ ആമീൻ എന്ന് പറയണം. ആമീൻ എന്ന് പറഞ്ഞാൽ അല്ലാഹുമ്മസ്തജിബ്, റബ്ബിസ്തജിബ് എന്നാണ് അർത്ഥം. അള്ളാഹുവേ, നീ ഉത്തരം നൽകണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഖാലൽ ഇമാമു, ഒരു ഇമാം ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്ന് പറഞ്ഞ് ഫാത്തിഹ അവസാനിപ്പിച്ചാൽ ഫഖൂലു, നിങ്ങൾ പറയുക ആമീൻ. അഥവാ ഇമാം ആമീൻ പറയുമ്പോൾ ഇമാമിന്റെ കൂടെ ആമീൻ പറയണം. അവിടുന്ന് പറഞ്ഞു, ഫഇന്നഹു മൻ വാഫഖ ഖൗലുഹു ഖൗലൽ മലായികതി ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരുടെയെങ്കിലും ആമീൻ എന്ന വാക്ക് മലക്കുകളുടെ വാക്കുമായി യോജിച്ചാൽ അവരുടെ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടും. ഇമാമ് ആമീൻ പറയുമ്പോൾ മഅ്മൂമീങ്ങൾ ആമീൻ പറയുക.
ഇമാമു വലദ്ദാലീൻ എന്ന് പറഞ്ഞ ഉടനെ നമ്മൾ പറയരുത്, ഇമാമിന്റെ കൂടെ നമ്മൾ പറയണം. അങ്ങനെ മലക്കുകളുടെ ആമീൻ അതിന്റെ കൂടെ ഒരുമിച്ച് ചേർന്നാൽ അല്ലാഹു റബ്ബുൽ ആലമീൻ മുൻകഴിഞ്ഞ നമ്മുടെ ചെറുപാപങ്ങൾ പുറത്തു തരും. സഹോദരങ്ങളെ, പണ്ഡിതന്മാർ ഉണർത്തിയതായി നമുക്ക് കാണാം. സൂറത്തുൽ ഫാത്തിഹ ഉറക്കെ ഓതുക 5 നേരത്തെ നിസ്കാരങ്ങളിൽ 6 തവണയാണ്. സുബഹി 2 റക്അത്തിലും ഉറക്കെ ഓതും, മഗ്രിബിൽ 2 റക്അത്തിൽ ഉറക്കെ ഓതും, ഇശായിലും 2 റക്അത്തിൽ ഉറക്കെ ഓതും. 6 തവണ ഈ പറഞ്ഞ പ്രതിഫലം കരസ്ഥമാക്കാൻ നമുക്ക് സാധിക്കും. വളരെ മഹത്തരമായ ഒരു കാര്യമാണ്. അതുപോലെ സഹോദരങ്ങളെ, ജമാഅത്തിന്റെ പ്രാധാന്യം എത്ര വലുതാണ് എന്നറിയിക്കുന്ന കാര്യമാണിത്. കാരണം ജമാഅത്തായി ഒരാൾ നിസ്കാരത്തിൽ പങ്കെടുത്ത് അങ്ങനെ ഇമാമിന്റെ കൂടെ ആമീൻ പറഞ്ഞ് എന്നിട്ട് മലക്കുകളുടെ ആമീനുമായി യോജിക്കുമ്പോൾ ഈ പറഞ്ഞ ശ്രേഷ്ഠത കിട്ടും. എന്താണ് ശ്രേഷ്ഠത? മുൻകഴിഞ്ഞ ചെറുപാപങ്ങൾ പൊറുക്കപ്പെടും എന്നതാണ്. അതുപോലെ മറ്റൊരു ഹദീസിൽ കാണാം, സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് ഇമാമു പറഞ്ഞാൽ അല്ലാഹുമ്മ റബ്ബനാ ലക്കൽ ഹംദ് എന്ന് പറയണം. മലക്കുകളുടെ വാക്കുമായി ഒരാളുടെ വാക്ക് യോജിച്ചാൽ ഇതുപോലെ ചെറുപാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് നമുക്ക് കാണാം. 17 തവണ ഇത് പറയും. 17 തവണ ഒരാൾ ഇതുപോലെ മലക്കുകളുടെ വാക്കുമായി യോജിച്ചാൽ 17 തവണ പാപങ്ങൾ പൊറുക്കപ്പെടും. അതിന്റെ പുറമെ ഈ പറഞ്ഞ 6ഉം 23 പാപങ്ങൾ പൊറുക്കപ്പെടലിന്റെ സന്ദർഭങ്ങളാണ് 5 നേരത്തെ നിസ്കാരങ്ങളിൽ ഒരാൾ ജമാഅത്തായി പങ്കെടുത്താൽ കിട്ടുന്നത്. സഹോദരങ്ങളെ, പിന്നെ എങ്ങനെയാണ് നിസ്കാരം അത് കൃത്യമായി നിർവഹിച്ച ആളുകളുടെ ജീവിതത്തിൽ പാപങ്ങൾ ഉണ്ടാവുക? എന്തുകൊണ്ടാണ് നമ്മുടെ അവസ്ഥ ഇങ്ങനെ ആയിപ്പോയത് എന്ന് നമുക്ക് ചിന്തിക്കാൻ മാത്രം ഉള്ള തെളിവുകളാണിവ. കൃത്യമായി ജമാഅത്തിൽ ഇതുപോലെ ചിന്തിച്ച് ശ്രദ്ധിച്ച് പറഞ്ഞാൽ അതിന് വലിയ സ്വാധീനമുണ്ടാകും എന്നത് നമ്മൾ മനസ്സിലാക്കുക. സാന്ദർഭികമായി ഒരു ഫായിദ, ഒരു ഗുണപാഠം എന്ന നിലക്ക് ഓർമ്മപ്പെടുത്തിയതാണ്. അതുപോലെ സഹോദരങ്ങളെ, പണ്ഡിതന്മാർ പറഞ്ഞു, ആമീൻ എന്ന് പറയുമ്പോൾ ഒന്നല്ലെങ്കിൽ ആമീൻ എന്ന് പറയുക, ഒന്നല്ലെങ്കിൽ അലിഫ് നീട്ടുക ആമീൻ, അതല്ലെങ്കിൽ ആമീൻ അലിഫ് നീട്ടം കുറച്ച് മീമിന്റെ മദ് കൂട്ടുക ആമീൻ. 2 രീതിയിലാണ്. ഈ 2ൽ ഏതെങ്കിലും ഒരു രൂപത്തിൽ നമുക്ക് പറയാം. ഈ 2 രൂപത്തിൽ ആമീൻ പറയാം. ഒന്നല്ലെങ്കിൽ ആമീൻ അലിഫിന് മദ് കൂട്ടുക, അലിഫ് നീട്ടുക, അതല്ലെങ്കിൽ അലിഫിന്റെ നീളം കുറച്ച് ആമീൻ ഇങ്ങനെ. എന്നാൽ ഇതിന് വിരുദ്ധമായി ആമീൻ എന്ന് ചില ആളുകൾ പറയാറുണ്ട്. ആമീൻ എന്ന് പറയുമ്പോൾ മീമിന് ശദ്ദ് വരും. ആമീൻ എന്ന വാക്ക് അർത്ഥം മാറി. അള്ളാഹു ഖുർആനിൽ പറഞ്ഞില്ല, വല ആമീനൽ ബൈത. ആമീൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുക എന്നാണ് അർത്ഥം, ഉദ്ദേശിക്കുന്നവർ. അപ്പോൾ വലദ്ദാലീൻ എന്ന് പറഞ്ഞൊരാൾ ആമീൻ എന്ന് പറഞ്ഞ് മീമിന് ശദ്ദ് കൂട്ടി പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? അല്ലാഹുമ്മ സ്തജിബ് എന്ന അർത്ഥം കിട്ടുകയില്ല. മറിച്ച് ഉദ്ദേശിക്കുന്നവർ, ലക്ഷ്യം വെക്കുന്നവർ എന്നൊക്കെയാണ് അർത്ഥം. സഹോദരങ്ങളെ, സാന്ദർഭികമായി നമ്മൾ അത് ശ്രദ്ധിക്കുക. ആമീൻ അതല്ലെങ്കിൽ ആമീൻ, ഈ 2 രീതി നമ്മൾ തിരഞ്ഞെടുക്കുക. അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം ആമീൻ എന്ന് പറഞ്ഞാൽ അല്ലാഹുമ്മ സ്തജിബ്, അല്ലാഹുവേ ഉത്തരം നൽകണേ എന്നാണ് അർത്ഥം. അതല്ലെങ്കിൽ റബ്ബി സ്തജിബ്, അല്ലാഹുവേ റബ്ബേ നീ ഉത്തരം നൽകണേ എന്നാണ്. അതല്ലാത്ത പ്രയോഗങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ വാക്കുകൾ ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിൽ വാക്കുകൾ മാറിപ്പോയാൽ അർത്ഥം മാറും എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ആ പറഞ്ഞ ശ്രേഷ്ഠത കിട്ടുകയും ഇല്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കി നമുക്ക് അടുത്ത ദർസിലെടുക്കാം. അള്ളാഹു റബ്ബുൽ ആലമീൻ കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. വല്ലാഹു തആല അഅല വഅഅലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.